യാല ഹബീബി സോ ഗുഡ് മോർണിംഗ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കണോ പ്രതീക്ഷിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് വളരെ നല്ലൊരു സിനിമ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്താണെങ്കിലും വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന സംഭവം തന്നെ ആയിരിക്കും ഇത്. പക്ഷേ അറിയാത്ത കുറച്ച് ആൾക്കാരും ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഇതിവിടെ എടുത്തു പറയാൻ കാരണം, ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള പേരൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള സ്റ്റാർ കാസ്റ്റ് നീളൻ കാസ്റ്റ് ആണല്ലോ. ലൈക്ക് സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, പിന്നെ ബാലു വർഗീസ്. അപ്പോൾ മൊത്തത്തിൽ ഈ പേരും ഈ സ്റ്റാർ കാസ്റ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു തമാശ സിനിമയാണ് അല്ലെങ്കിൽ പക്ക എന്റർടൈനർ ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ തലവയ്ക്കാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട്. നമുക്ക് ആ സാധ്യതയെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആരും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ആ വഴിക്ക് പോകണ്ട. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് സിനിമയല്ല ഇത്. ഇതൊരു അഡ്വഞ്ചറസ് കൈൻഡ് ഓഫ് പരിപാടി, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ സർവൈവൽ പരിപാടി എന്നൊക്കെ നമുക്ക് ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോകുന്നു, ഗുണ കേവ്. അവിടെ ഒരു ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം പോയിട്ട് ഒരു കുഴിനുള്ളിൽ പെടുകയാണ്. ഒരുത്തം പോയി പെടും. ആര് പെടണം എന്നുള്ളത് നിങ്ങൾ പോയി കാണും. ഒരുത്തം പോയിട്ട് പെടും. പെട്ടതിന് ശേഷം ഈ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലൊക്കെ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ, ആ ഒരു ക്യൂരിയോസിറ്റിയാണ് പരിപാടി. അപ്പോൾ നമ്മളിതിങ്ങനെ എന്താണ് നടക്കാൻ വേണ്ടി പോകണമെന്നുള്ളത് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് ഇവർ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് അറിയാം. ലാസ്റ്റ് എന്താവും എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഇതെങ്ങനെ അവർ ചെയ്തെടുക്കും, അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ആകാംക്ഷ ആക്ച്വലി ഉണ്ടായിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ തമാശ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒരു സിനിമ നല്ല രീതിയിൽ എടുത്തു വെക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തൊക്കെ ആക്ച്വലി ഉണ്ട്. അതൊക്കെ ആക്ച്വലി എനിക്ക് വർക്കായിട്ടുണ്ട്, കൊള്ളാം. പക്ഷേ ഉടനീളം ഒരു തമാശ എന്ന് പറഞ്ഞുകൊണ്ട് പോകണ്ട. അതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അതല്ല. ഇത് യഥാർത്ഥത്തിൽ പണ്ട് നടന്നൊരു സംഭവമാണ്. കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കൂട്ടത്തിലുള്ള ഒരുത്തം പെടുന്നു, അത് രക്ഷിച്ചെടുക്കുന്നു, ഒരു പരിപാടിയാണ് ആക്ച്വലി ഇത്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക, ഈ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് പോവുക. ഒരു എന്താണ് അഡ്വഞ്ചറസ് പരിപാടിയാണ് എന്നുള്ള സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് പോവുക, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തുള്ള അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് മറച്ച് ഉഴുതിടാൻ എന്നുള്ള പരിപാടിയില്ല. എല്ലാവരും കൊടുത്തിട്ടുള്ള പരിപാടി വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സൗബിൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ബാസി നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സലീം കുമാറിൻ്റെ മകനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്ത പരിപാടിയും പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടെന്നുള്ളതല്ല, കൊടുത്ത പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ നല്ലൊരു സിനിമയാണ്. ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ആവശ്യമില്ലാത്ത ഈ സിനിമ എന്താണോ അല്ലാത്തത്, ആ അല്ലാത്തത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ വഴിക്ക് പോകണ്ട എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് നിരാശരാക്കും. ഇതൊരു തമാശ സിനിമയേ അല്ല, ഇതൊരു വേറെ പരിപാടിയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. പിന്നെ മറ്റേ ലാലിൻ്റെ മകൻ, പുള്ളി നല്ല രസമായിട്ടാ. മൂപ്പരുടെ സംസാര രീതിയും പരിപാടി കൊള്ളാം. നല്ല നല്ല ആക്ടറാണ് പുള്ളിക്കാരൻ. ഇതിൻ്റെ അകത്ത് ഇവർ ടൂർ പോകണ സമയത്ത് കോളീസിൻ്റെ അകത്തുള്ളൊരു സീനുണ്ട്. പുള്ളി പോയിട്ട് ഇങ്ങനെ തലയാട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു ആക്ച്വലി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു സംസാര രീതിയൊക്കെ ഈ ലാലിൻ്റെ മകൻ്റെയൊക്കെ സംസാര രീതി പോലെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ലാലിനെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ പോയിട്ട് കാണുക. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം ഈ അടുത്തിറങ്ങിയ സിനിമകൾ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ട സിനിമകളെല്ലാം വളരെ നല്ല സിനിമകളാണ്. എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ സിനിമകളാണ്. ഇപ്പോൾ പ്രേമലു ആയിക്കോട്ടെ, മറ്റേ ബ്രഹ്മയുഗ ആയിക്കോട്ടെ, ടോവിനോൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും ആയിക്കോട്ടെ, ഇതെല്ലാം നല്ല സിനിമകളായിരുന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രതീക്ഷ പോലെ തന്നെ വളരെ നല്ലൊരു സിനിമയാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. ഇനി അങ്ങോട്ട് ആളുകൾ അഭിപ്രായം പറയാനുണ്ട്, അവരൊക്കെ എന്താ പറയുക എന്നുള്ളത് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ആ ഒരു ആസ്വാദന രീതിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതങ്ങ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരട്ടെ. കാര്യം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് പണ്ടാറടങ്ങണതിനെക്കാട്ടിലും ഭേദം നല്ല നല്ല സിനിമകൾ ഇറക്കിക്കൊണ്ട് വരണം, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇറക്കിക്കൊണ്ട് വരണം. ഇപ്പോൾ ഈ അടുത്ത് മലയാള സിനിമയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇറങ്ങി. ഇപ്പോൾ ബ്രഹ്മയുഗം, പ്രേമലു, ടോവിനോൻ്റെ പടം ആയിക്കോട്ടെ. ഇതൊക്കെ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം പടങ്ങൾ ഇറങ്ങി. പല പടങ്ങൾ ഇറങ്ങിയത് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. പല പടങ്ങളും ഇറങ്ങിയിട്ട് പപ്പടം പൊട്ടണ പോലെ പൊട്ടിക്കൊണ്ട് പോകുന്നൊരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു മലയാളം സിനിമയ്ക്കും ഇവിടുത്തെ തിയേറ്റേഴ്സിനും ഒക്കെ. അതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ഈ സിനിമ എടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ തട്ടിക്കൂട്ടൊന്നും പഴയ പോലെ നടക്കാൻ വേണ്ടിയിട്ട് പോണില്ല, വർക്കാവില്ല. പ്രേക്ഷകർ തിയേറ്ററിൽ വന്നിട്ട് കാണില്ല, പ്രേക്ഷകർ വന്ന് കാണില്ല. കാരണം പ്രേക്ഷകർ വളരെ അപ്ഡേറ്റഡ് ആണ്. പ്രേക്ഷകർ OTT കാണുന്നുണ്ട് അല്ലേ, പല ഭാഷയിലുള്ള സിനിമകൾ കാണുന്നുണ്ട്, പല ജോണറിൽ പെടുന്ന സിനിമകൾ കാണുന്നുണ്ട്. അപ്പം ഈ പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആവുന്നതിനനുസരിച്ച് സിനിമാക്കാരും അപ്ഡേറ്റഡ് ആയാൽ മാത്രമാണ് പുതിയ സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലെങ്കിൽ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും പണിയെടുക്കണം. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും വെറുതെ ഒരു സ്ക്രിപ്റ്റ് വെറുതെ തിരഞ്ഞെടുത്തിട്ട് അതങ്ങ് ചെയ്യാൻ തീരുമാനിക്കുകയല്ല, അല്ലെങ്കിൽ ഡയറക്ടർ തിരഞ്ഞെടുത്ത് ചെയ്യാൻ തീരുമാനിക്കുകയല്ല. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് ഇപ്പം എത്രയാണോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടി ടൈം എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിച്ച് ഉറപ്പിച്ച് ആത്മാർത്ഥയോടുകൂടി നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ന് 100% ഉറപ്പിച്ച് പ്രേക്ഷകരുടെ പൾസും കൂടി മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാൻ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറിനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ആ ആൾക്കാർ വന്ന് കണ്ടോളും എന്നുള്ളൊരു ചിന്തയിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഇതൊന്നിനെ വർക്കാവാൻ വേണ്ടി പോണ പരിപാടിയല്ല. പ്രേക്ഷകർ വേറെ പണിയില്ലാതിരിക്കുന്നതല്ല, ആ ആൾക്കാർക്ക് പണം കളയാനും താല്പര്യമില്ല, സമയം കളയാനും താല്പര്യമില്ല. നല്ലതാണെങ്കിൽ മാത്രം വന്ന് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഡെപ്ത് ഉണ്ടാവണം, സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടാവണം, സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് ഉണ്ടാവണം. ഡെപ്ത് എന്നുള്ളൊരു വാക്ക് ഞാൻ എടുത്തെടുത്ത് ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കണക്ട് ആവണമെങ്കിൽ, ഇമോഷണലി സിനിമയിലേക്ക് ഇൻവോൾവ് ആവണം എന്നുണ്ടെങ്കിൽ കഥയിൽ ഡെപ്ത് വേണം. കഥയിൽ മാത്രം ഉണ്ടായ പോലെ കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് വേണം. എന്നാൽ മാത്രമാണ് ആ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും ആ ഒരു സിനിമ വിജയിക്കാൻ വേണ്ടി സാധ്യതയുള്ളതും. അല്ലെങ്കിൽ തട്ടിക്കൂട്ട് പരിപാടി ഇറ്റ് വോണ്ട് വർക്ക് എനി മോർ. ഞാൻ ഒരു റൈറ്ററിനെ കുറിച്ചിട്ട്, അയാളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, സിനിമ എടുത്ത് പറയുന്നില്ല, ഒരു റൈറ്റർ ഉണ്ട്, ഒരേ എഴുത്താ, എപ്പോൾ നോക്കിയാലും ഒരേ ടെംപ്ലേറ്റ് പരിപാടിയാണ്. തുടക്കം തൊട്ട് എപ്പോഴും ഏത് പടം എടുക്കുക ഒരേ സാധനം അങ്ങ് എഴുതും, ക്ലൈമാക്സിൽ ഒരു തൊലിഞ്ഞ പരിപാടിയും കൊണ്ടുവന്ന് അങ്ങ് വെക്കും. എന്നിട്ട് ഇത് പ്രേക്ഷകർക്ക് മടുത്തു തുടങ്ങി, പ്രേക്ഷകർ അതിനെ പറഞ്ഞ് കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊന്നും ആ റൈറ്റർ അറിയുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയിട്ട് ഒരു പരിപാടിയും കൊണ്ട് അയാൾ വരണത് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവരൊന്നും ഒരു തരത്തിലും അപ്ഡേറ്റഡ് ആവാത്ത ആൾക്കാരാണ്. അപ്പം ഇനി ഈ കാണിച്ചു തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, കളിയാക്കലുകൾ നേരിടേണ്ടി വരും, റോസ്റ്റിംഗ് നേരിടേണ്ടി വരും, ട്രോളുകളുടെ മഴയായിരിക്കും. സോ ഇനി റൈറ്റേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, സിനിമ എന്ന് പറയുന്നൊരു സംഭവത്തിനെ ബിസിനസ് തന്നെയാണ്. പക്ഷെ ബിസിനസ് എന്നുള്ളതിനെക്കാട്ടിലുപരി ഈ സാധനം ബിസിനസ് വർക്കാവണമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കല എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഈ കഥാപാത്രങ്ങൾക്കും കഥയൊക്കെ കുറച്ച് ആത്മാർത്ഥമായിട്ടൊക്കെ എഴുതി ഡെപ്തോട് കൂടിയിട്ട് എഴുതി പരിപാടി റെഡിയാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഇനി ഓക്കെയാണ്. ഇപ്പോൾ RDX പോലത്തെ ഒരു സിനിമ, അതെന്തുകൊണ്ട് വർക്കായി? വെറുതെ ഫൈറ്റ് ഉള്ളതുകൊണ്ട് വർക്കായതാണോ? അല്ല, ആ ഫൈറ്റിന് ഒരു കാരണമുണ്ട്. ആ ഫൈറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ആ സിനിമയായിട്ട് നമുക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി പറ്റി. നമ്മൾ ഇമോഷണലി കണക്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഓരോ അടി പൊട്ടുമ്പോഴും നമ്മൾ കൈയടിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഏരിയയിൽ അടി വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ RDX എന്ന് പറയുന്ന സിനിമ എന്താ? സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഡെപ്ത് ഉണ്ട്, കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് ഉണ്ട്, ഇപ്പോഴും നമ്മൾ പല സീനുകളും അതിൻ്റെ അകത്ത് ഓർക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ ഈ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എടുത്ത് പറയാൻ പറ്റണം ഗംഭീര സിനിമകൾ ഈ അടുത്ത് കണ്ട ഏതൊക്കെയോ വെച്ചാൽ പെട്ടെന്ന് എടുത്ത് പറയാൻ വേണ്ടി പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ ഇവിടെ ആക്ച്വലി ഉണ്ടാവണം. അത് ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ ആഴ്ചകളൊക്കെ എടുത്ത് നോക്കൂ, എന്തോരം പൊട്ടപ്പടങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇപ്പൊക്കെ വളരെ സന്തോഷം തോന്നണേ. കാരണം ഇപ്പം ഈ അടുത്ത് കണ്ട എല്ലാ സിനിമകളും, മഞ്ഞുമൽ ബോയ്സ് വരെ കണ്ടത് നല്ല സിനിമകളാണ്. ഇപ്പോൾ പ്രേമലു ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടില്ലേ, സംഭവം എൻ്റർടൈൻമെൻ്റ് ആണ്. പ്രേമലു നല്ല സിനിമ, നമ്മൾ അതിലേക്ക് മുഴുകി, അത് തീർന്നിട്ട് എനിക്കത് തീരണ്ടായിരുന്നു എന്ന് തോന്നി ആ സിനിമ. കാരണം നമ്മൾ അത്രയും ആ സിനിമയിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്, അത്രയും കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. ബ്രഹ്മയുഗ ആയിക്കോട്ടെ, ഇതാ ഞാൻ പറഞ്ഞത്, ഈ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി സ്റ്റഫാണ് നമുക്കിതെല്ലാം കാണാൻ കഴിയുന്നത്. ഈ ബ്രഹ്മയുഗം, ഇതെല്ലാം എവരിത്തിങ്. അപ്പോൾ നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ ഇനി ഉണ്ടായേ പറ്റുള്ളൂ, ഉണ്ടാവണം. ഇനി വർക്കാവണമെങ്കിൽ ഇനി ഡെപ്തുള്ള കഥാപാത്രങ്ങളും ഡെപ്തുള്ള സ്ക്രിപ്റ്റുകളും ഉണ്ടാവണം. ഇനി തട്ടിക്കൂട്ട് പരിപാടി, ഇനി ഇറ്റ് വോണ്ട് ടു വർക്ക്. അഗൈൻ ആൻഡ് അഗൈൻ ഐ എം സെയിങ് ഇറ്റ് വോണ്ട് ടു വർക്ക്. ഇത്രേ പറയാനുള്ളത്. സോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവാണ്. അപ്പം ആൾക്കാരുടെ വായടപ്പിക്കാനൊന്നും പറ്റില്ല ഇനി, അത് ബുദ്ധിമുട്ടാണ്. അപ്പം ന്യായപരമായിട്ട് ആൾക്കാർ പറയുമ്പോൾ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനെ ന്യായമായ തരത്തിൽ ഉൾക്കൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരണം. അത് സിനിമയ്ക്ക് തന്നെ ഗുണം ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് കാര്യമില്ല. സിനിമയ്ക്കും സിനിമ എടുക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി അപ്ഡേറ്റഡായി സംഭവങ്ങൾ
പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റാം. ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല കിടിലൻ ഇൻഡസ്ട്രിയാണ്. മലയാളത്തിനൊന്നും തൊടാൻ മുടിയാതെ കാര്യം. മലയാളത്തിൽ എന്തോരം നല്ല നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, എന്തോരം വാല്യുബിൾ ആയിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, എന്തോരം അടിപൊളി കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കഥാപരമായിട്ട് മൂല്യം കൊടുത്തിട്ട് എന്തോരം സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. മലയാളത്തിന് ആ കാര്യത്തിൽ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് പരിപാടികളുടെ ഒരു ഏരിയയായി മാറാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ഞാൻ കുറേയായി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ അടുത്ത കാലത്ത് എന്തോരം പടങ്ങളാണ്, കഷ്ടം തോന്നൂടോ, കഷ്ടം തോന്നും. പല സിനിമകളുടെ ഇറങ്ങിയുള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഇറക്കണേ, എന്താ ചെയ്യണേ, വെറുതെ ചെയ്യണോ, പലതും ഇറങ്ങണമെന്ന് അറിയുന്നില്ലെന്നേ. ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് സങ്കടം കൊണ്ട് പറഞ്ഞോളാ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എഗെയിൻ മഞ്ഞുമൽ ബോയ്സ് നല്ല അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, നല്ല സിനിമ തന്നെ പറയണം. കാര്യം എന്താ പറയുക, എന്തോരം കാലം നമ്മൾ തൊലിഞ്ഞ പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് മടുത്ത് നിരാശയോടുകൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ഇപ്പം ലാസ്റ്റ് വന്ന സിനിമകൾ ഞാൻ എഗെയിൻ പറയണു, പ്രേമലു, ബ്രഹ്മയുഗം, ടോവിനോൻ്റെ പടം, ഇപ്പോഴാ മഞ്ഞുമൽ ബോയ്സ്, ഇതെല്ലാം നല്ല സിനിമകളായതുകൊണ്ട് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനത്തെ വരട്ടെ പടങ്ങൾ, വരട്ടെ ക്വാളിറ്റി സ്റ്റഫുകൾ വരട്ടെ. വന്ന പ്രോത്സാഹനങ്ങൾ ഉണ്ടാവും, അപ്രിസിയേഷൻസ് ഉണ്ടാവും, സംഭവം ഹിറ്റ് ആവുകയും ചെയ്യും തിയേറ്ററിൻ്റെ അകത്ത്. സോ ഇത്രേ പറയാനുള്ളൂ. അടിപൊളി മഞ്ഞുമൽ ബോയ്സ്, ഓൾ ദ ബെസ്റ്റ്, വെരി വെൽ.